ഏവരുടെയും ജീവിതത്തിൽ ആപത്ത് സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ ആപത്ത് വന്നതിന് ശേഷം ഈശ്വരനെ പഴിക്കുന്നു. അങ്ങ് ഞങ്ങളോട് രക്ഷ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന്. ഞങ്ങളുടെ മനസ്സിൽ അങ്ങയോട് അപാരമായ ഭക്തിയുണ്ട്. എപ്പോഴും അങ്ങയുടെ നാമമാണ് ജപിക്കാറുള്ളത്. പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗം കാണിച്ചു തരുന്നില്ല, ആപത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നുമില്ല. അങ്ങനെയാണ് നിങ്ങൾ ഏവരും ചിന്തിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടും അതാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ പറയാം സത്യം എന്താണെന്ന്. സത്യം ഇതാണ്: ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. നോക്കിയാലും ആ വിത്തിന്റെ കണ്ണിലൂടെ അത് ഭൂമിക്ക് അടിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതിനൊരു വിശാലമായ സുന്ദര വൃക്ഷമായി മാറേണ്ടിയിരിക്കുന്നു, അല്ലേ? അത് സംഭവിക്കണമെങ്കിൽ വിത്ത് മുള പൊട്ടണം. അതിന് താപം കൂടിയേ മതിയാകൂ. ആ താപം എവിടെ നിന്നാണ് ലഭിക്കുക? സൂര്യന്റെ താപത്തിൽ നിന്നും. സൂര്യന്റെ താപത്തിൽ നിന്നും ഭൂമിക്ക് രക്ഷപ്പെടാനാവില്ല, അത് സഹിച്ചേ മതിയാകൂ. പിന്നെ എപ്പോഴാണോ ഈ ഭൂമിയും പിന്നെ ഈ വിത്തും ഇവ രണ്ടും ചുട്ടുപൊള്ളുന്നത്, അപ്പോഴായിരിക്കും പ്രകൃതി മഴ പെയ്യിക്കുന്നത്. ആ മഴ ലഭിക്കുമ്പോൾ ആ വിത്തുണ്ടല്ലോ, അത് ഒരു സുന്ദരമായ വൃക്ഷമായി മാറുന്നതാണ്. ഇപ്രകാരം തന്നെയല്ലേ നമുക്കും സംഭവിക്കുന്നത്? അതുകൊണ്ട് നമുക്കും എന്തെങ്കിലും ആപത്ത് വന്നാൽ അല്ലെങ്കിൽ കഷ്ടത ഉണ്ടായാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ഇതല്ല, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്. ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ സുദൃഢമായി മാറേണ്ടതായി വന്നേക്കാം. അതിന്റെ ആവശ്യമുണ്ടാവുകയും ചെയ്യും. ഇത് അതിന്റെ അടിസ്ഥാനമാണ്. എത്രമാത്രം മനസ്സിലാക്കുന്നുവോ, എത്രമാത്രം ശക്തിശാലിയാകുന്നുവോ, അത്രയും പ്രതിരോധ ശക്തിയും ഉണ്ടാകുന്നു. നിങ്ങൾ നോക്കിയാലും ആഭരണങ്ങൾ പണിയും മുൻപ് സ്വർണത്തെ പല പ്രാവശ്യം ചൂടിൽ വച്ച് ഉരുക്കുന്നതാണ്. അഗ്നിയിൽ ശുദ്ധീകരിക്കാറുണ്ട്. അപ്രകാരം നിങ്ങളും ശൂരവീരന്മാരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതികഠിനമായ താപത്തെ സഹിച്ചേ മതിയാകൂ ഏവർക്കും. അപ്പോൾ എന്നോടൊപ്പം വന്ന് പറഞ്ഞാലും: വന്ദേ ധർമ്മം, വന്ദേ കർമ്മം, രാധേ രാധേ.